ഇപ്പോൾ അമേരിക്ക ശരിയായ ട്രാപ്പിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റമായിരുന്നു. ഈസിയായി കാര്യങ്ങൾ നടക്കും എന്ന മിഥ്യാധാരണയിലാണ് ട്രംപും നെതന്യാഹുവും ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അമേരിക്കക്ക് എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് എക്സിറ്റ് ആകണം എന്ന കാര്യത്തിൽ അങ്കലാപ്പിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആകാശത്തു നിന്നും കടലിൽ നിന്നും മിസൈൽ വർഷിച്ചാൽ ആ രാജ്യത്തെ ഭരണം മാറുകയില്ല. ഒരു രാജ്യത്തെ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞേക്കാം, അവിടെയുള്ള ആളുകളെ കൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം, അവിടെയുള്ള ജനങ്ങളെ തെരുവിലിറക്കി ഭരണമാറ്റമുണ്ടാക്കാൻ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മിസൈലുകളെ കൊണ്ട് സാധിക്കുകയില്ല. ആയത്തുള്ള ഖംനയെ കൊന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തും. അങ്ങനെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് അമേരിക്ക കണക്ക് കൂട്ടിയത്. അത് തെറ്റിയിരിക്കുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങിയത് അമേരിക്കക്കെതിരെ, ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കാനാണ്. വലിയ അമർഷത്തിലും ദുഃഖത്തിലും പ്രതിഷേധത്തിലുമാണ് ഇറാൻ. മാത്രമല്ല, അവിടെ എലമെൻ്ററി സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ് അമേരിക്കയുടെയും നെതന്യാഹുവിൻ്റെയും വേട്ട ആരംഭിച്ചത്. രക്തദാഹിയായ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഡ്രാക്കുള ആദ്യമേ ലക്ഷ്യമിട്ടത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എലമെൻ്ററി സ്കൂളിനെയാണ്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരമാണ് ഇറാൻ ജനത കാണുന്നത്. അത് കാണുമ്പോൾ ഈ ക്രൂരതക്കെതിരെ മനസാക്ഷിയുള്ളവർ മുഴുവനും പ്രതിഷേധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാജ്യം പിടിച്ചടക്കാൻ, അവിടെയുള്ള ഭരണമാറ്റമുണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആ ക്യാപിറ്റൽ സിറ്റിയിൽ ഗ്രൗണ്ടിൽ ട്രൂപ്പിനെ ഇറക്കാതെ, പട്ടാളത്തെ ഇറക്കാതെ ലോക ചരിത്രത്തിൽ ഒരു രാജ്യവും ആരും കീഴടക്കിയിട്ടില്ല. ഒരു രാജ്യം കീഴടക്കണമെങ്കിൽ ആദ്യം ആ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പട്ടാളത്തെ ഇറക്കുകയും ഫിസിക്കലായി ആ ഭരണമാറ്റം ഉണ്ടാക്കുകയും വേണം. അത് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. 2 പതിറ്റാണ്ട് കാലമാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പണവും ആയുധങ്ങളും ചിലവഴിച്ചത്. എന്താണ് അവസാനമുണ്ടായത്? അഫ്ഗാനികളുടെ മനസ്സ് മാറ്റാൻ അമേരിക്കക്ക് സാധിച്ചില്ല. അവസാനം താലിബാനെ ഭരണമേൽപ്പിച്ച് പിന്മാറുകയാണ് അമേരിക്ക ചെയ്തത്. അമേരിക്കക്ക് സംഭവിച്ച ഒന്നാമത്തെ പിഴവ് ഈ യുദ്ധം ഈസി വാക്ക് ഓവറാണെന്ന് കരുതിയാണ് ട്രംപ് ഈ യുദ്ധത്തിന് പുറപ്പെട്ടത്. ഇപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുന്നു. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്.